പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ക്ലാസ് എ ബി ആണ്. ഒരു 200 സൈഡും ഒരു 300 വാട്ട് സബുമാണ്. അപ്പോൾ സബിന് വേണ്ടിയിട്ട് ഞാനിവിടെ 35 വോൾട്ടും 4700-ൻ്റെ 4 കപ്പാസിറ്ററും പിന്നെ നമ്മുടെ ഡുവൽ ചാനൽ സബ് വൂഫർ ഫിൽറ്ററോട് ഉപയോഗിച്ചിട്ടുള്ളത്. സൈഡിന് 27 ആണ്. ഒരു 10,000 UF കപ്പാസിറ്ററും നമ്മുടെ ബോർഡും. പിന്നെ ഇതിൽ പുതിയ BT ആണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത്. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോബിൽ ലൈറ്റ് കൊടുക്കുക, എല്ലാവരും സ്ട്രിപ്പ് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് ഒരു 12 വോൾട്ട് റെഗുലേറ്റ് AC കൊടുത്തതിന് ശേഷം 5K6-ൻ്റെ 2 റെസിസ്റ്റർ പാരൽ ചെയ്തിട്ട് അത് കൊടുത്താൽ മതിയാവും. എല്ലാവരും സ്ട്രിപ്പ് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിനനുസരിച്ച് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു കൺട്രോളിങ്ങിനൊരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 3.2 വോൾട്ട് നമുക്ക് അവിടെ കിട്ടും. ധാരാളം മതിയാവും. യാതൊരു തരത്തിലുള്ള ബ്ലിങ്കിങ് അവിടെ സംഭവിക്കില്ല. ശരി തന്നെ, അത് വോൾട്ടേജിനനുസരിച്ച് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് വളരെ വൃത്തികെട്ട ഒരു ഇതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫിൽറ്ററിന് വോൾട്ടേജ് കൊടുക്കുമ്പോൾ. ഇപ്പോൾ റെഗുലേറ്റ് AC കൊടുക്കണമെന്ന് തന്നെ ഇല്ല. ഡയറക്റ്റ് വോൾട്ടേജ് കൊണ്ടുപോകാതെ 2 1K റെസിസ്റ്റർ 1 വാട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇവിടെ ഫിൽറ്റർ സെക്ഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ഫിൽറ്ററിൽ സെനാർ ഉപയോഗിച്ച് റെഗുലേറ്റ് ചെയ്യണം. അതിനൊരു 470K 1 വാട്ടും പവർ സപ്ലൈയിൽ നിന്ന് ഒരു 1K 2 1 വാട്ടും ഉപയോഗിച്ച് വേണം കൊണ്ടുവരാനായിട്ട്. ഡയറക്റ്റ് വോൾട്ടേജ് വലിച്ചുകൊണ്ട് BTയിലോട്ട് കൊണ്ടുവരരുത്. എനിക്ക് ഒട്ടും തന്നെ ഹമ്മിങ് ഉണ്ടാവില്ല. ഇപ്പോൾ അതായത് ഓൺ കണ്ടീഷനിൽ ഇരിക്കുകയാണ്, ഒട്ടും തന്നെ ഹമ്മിങ്ങോ ഒന്നും വരില്ല. ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ച ഒരു ഡൗട്ടാണ്. ഡയറക്റ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുവേണ്ടി റെഗുലേറ്റ് AC ഉപയോഗിക്കണമെന്നില്ല. ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. അപ്പോൾ BT സെക്ഷനിലായാലും അതുപോലെ തന്നെ.